മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞു. സോ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം എന്റെ തന്തയാണോ എന്നാണല്ലോ ചോദിച്ചത്. അദ്ദേഹം വിഷപ്പാമ്പ് എന്നാണ് താങ്കൾ ആവർത്തിച്ച പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്, ഒരിക്കലും വിഷപ്പാമ്പല്ല. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വഴി പറഞ്ഞതാണ്. നേരിട്ട് ഞാൻ പറയുകയാണ്, അയാൾ ഒരു ദൈവ പുരുഷനാണല്ല. ഇതും സോഷ്യൽ മീഡിയ ആണ്. ഞാനൊരു ദൈവ പുരുഷനാണ്. അയാൾ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്റെ കൂട്ടുകാരിയുടെ അടുത്ത് മെസ്സേജ് അയച്ച് ഞാൻ 4-5 തെറി വിളിച്ചതൊക്കെ ശരിയാണ്. അതും സോഷ്യൽ മീഡിയ വഴിയാണ്. ആരുടെ ഋതപ്ര തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത്? ആടാ കൊട്ടേഷൻ കൊടുത്തത്? പാവൻ രേണു സുധിയുടെ ഒരേ ഒരു മകനായ ഋതപ്പനെ തട്ടിക്കൊണ്ടു പോകാൻ ആരാണ് ശ്രമിക്കുന്നത്? മോശമല്ലേ ഇത്? അതും രേണു സുധി ഇങ്ങനെ മല പോലെ ഇരിക്കുമ്പോ ഋതപ്പനെ തട്ടിക്കൊണ്ടു പോകാൻ രേണു സുധി നിന്ന് കറ്റാൻ വേണ്ടിയിട്ട് ആരടാ ശ്രമിക്കുന്നത്? കിച്ചു, നീയല്ലേ ആ കാപാലികൻ? നീ എന്നെ ഫാമിലിയുമല്ലേ ഋതപ്പനെ ആരും അറിയാതെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത്? പറയടാ. എന്റെ കർത്താവെ, അടുത്ത നാടകവുമായിട്ട് നമ്മുടെ രേണു സുധി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും ഉളുപ്പില്ലാതെ ഓരോ കള്ളങ്ങൾ വന്നിങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. വേണ്ടാന്ന് വെക്കുമ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? വേണ്ടാന്ന് വെക്കുമ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം പഴയ കുറെ കാര്യങ്ങൾ എനിക്ക് ഇവിടെ എടുത്ത് ഇടാനുണ്ട്. അതായത് ഇപ്പോൾ രേണു സുധി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാനും ഫാദറുമായിട്ട് ബിഷപ്പുമായിട്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ശർക്കര ആയിട്ട് ഇരുന്നവരാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ളവരാണ് ഇതൊക്കെ പറഞ്ഞു പരത്തിയത് എന്നാ പറയുന്നത്. ഞാൻ ഖമാന്നൊരക്ഷരം, ചിപ്പോ എന്ന് പറയുന്ന ഒരു അക്ഷരം ഞാൻ ഈ പറയുന്ന ബിഷപ്പിനെയും പറഞ്ഞിട്ടില്ല, ബിഷപ്പ് എന്നെയും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ആരായി? അവര് മച്ചാ കമ്പനി. അപ്പൊ നമ്മൾ ആരായി എന്നുള്ളതാണ്. തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഞാനൊരു ചെറിയ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. ചെറിയൊരു വീഡിയോ. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്? അത് തന്നെ ഞാൻ പറഞ്ഞു. വിഷപ്പാമ്പ് എന്ന് പറഞ്ഞാൽ നീ പിന്നെ അനുഭവിക്കാല്ലേ വിഷപ്പാമ്പ്. ഇത് നിങ്ങളുടെ പഴയ ഒരു സാധനം നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ. മനസ്സിലായോ? ബിഷപ്പ് എന്ന് പറഞ്ഞാൽ നീ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ ബിഷപ്പല്ല, ബിഷപ്പാമ്പ്. പിന്നെ ഒരുപാട് അനുഭവിക്കും. വിഷപ്പാമ്പ് ആരെ? ഫാദറിനെ വിളിക്കുന്നതാണ്. പിന്നെ ഫാദറിന്റെ തന്തയാണോ എന്നൊക്കെ ചോദിച്ചത് ഈ രേണു സുധി. അത് ഇപ്പൊ നമ്മളിരിക്കുന്ന ആ രേണു സുധിയെ അല്ല, അത് വേറെ ആരോ ആണ്. നമുക്ക് തെറ്റിദ്ധരിച്ചതാണ്, വേറെ ആരോ ആണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മറ്റേ വീഡിയോയിലേക്ക്, ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഒരു ക്ലിപ്പും കൂടെ വെച്ച് തരാമേ. ഈ ബിഷപ്പായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? ബിഷപ്പ് പിതാവുമായിട്ടുള്ള പ്രശ്നം, ബിഷപ്പുമായിട്ട് പ്രശ്നം എനിക്കറിയില്ല. ഈ ബിഷപ്പിനും ഈ ഫിറോസിക്കാക്കും ഈ കണ്ട ജനങ്ങൾക്കും പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്നുവരെ അറിയത്തില്ല. ഈ പറയുന്ന ബിഷപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു പുച്ഛഭാവം നിങ്ങൾ കാണണം. മനസ്സിലായോ? കാരണം ഇതൊക്കെ ഞാൻ ഇതോട് വെക്കാൻ കാരണം ഇനി അടുത്ത ബിഷപ്പിനെ പുകഴ്ത്തി പറയുന്ന ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട്. അതൊക്കെ അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ബിഷപ്പ് പറഞ്ഞ ഒരു സാധനം കൂടി വെച്ച് നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ. അതുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. രേണു സുധിയുടെ ഫെയിമിന് വേണ്ടി, രേണു സുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. അപ്പൊ ഇതും ബിഷപ്പല്ല. ഇതിപ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതൊന്നും നമ്മൾ ഇപ്പോൾ കാണുന്ന ബിഷപ്പോ രേണു സുധിയോ ഒന്നും അല്ല. ഇതൊക്കെ വേറെ ആരോ ആയിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് തന്തയ്ക്കും വിളിച്ച് നടന്നതാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ബിഷപ്പിനെ പറഞ്ഞിട്ടുള്ള മറ്റാരും അല്ല, അത് ഈ രേണു സുധി. ഇതൊന്നും അല്ല, ഒരുപാടുണ്ട്. ഇവരൊരു ലൈവിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്നവരെ രണ്ട് കൂട്ടുകാരെയും കൂടി ഇരുന്നുകൊണ്ട് ബിഷപ്പിനെ ഇനി പറയാനൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതിനുശേഷം ഇപ്പൊ രേണു സുധി ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് നമ്മുടെ കഥാനായിക പറയുന്നത് എന്ന് കേൾക്കാം. ഓക്കെ. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ, ഞാനൊരു നീക്കം പറഞ്ഞു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. എന്റെ കുഞ്ഞ് ഋതപ്പൻ
ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാനൊരു വലിയൊരു നീക്കം അറിഞ്ഞു. എന്നിൽ നിന്ന് ഋതപ്പനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല എന്നാണ് തുടക്കം. ബാക്കി എന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെ ഉള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത് അറിഞ്ഞു. വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമമാകും. അപ്പം എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിച്ചു, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ഞാൻ ആരാണെന്ന് ഏതാണെന്ന് ഒന്നും പറയുന്നില്ല. അവന്റെ അച്ഛൻ മരിച്ചുപോയി, ഇനി അമ്മ ഉടനെ ചാവും. ചത്ത ഉടനെ എനിക്ക് വേറെ ഋതപ്പനെ അവിടെ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢ നീക്കം നടക്കുന്നു. പക്ഷെ ആരാണ് എന്താണോ ഒന്നും പറയത്തില്ല. ഇതിനിപ്പോ ഇനി പറയാൻ എന്തിരിക്കുന്നു? താങ്കൾ തന്നെ പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതെന്തിനാണ് പറയാനിരിക്കുന്ന? ഇനി എന്താണ് ഇത്? നോക്കിക്കോണം. ഇതിന് ഇനി അടുത്ത ട്വിസ്റ്റാണ് വരുന്നത്. അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇവരുടെ തന്നെ ഒരു സ്റ്റെപ്പിന് ഇന്റർവ്യൂ ഉണ്ടല്ലോ, അവര് വന്ന് ഈ പറയുന്ന ഫാദറിനോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ അടുത്തിനി ഋതപ്പനെ നോക്കാനുള്ളത്, രേണുവിന് എന്തെങ്കിലും പറ്റിപ്പോയി അടുത്ത് ഋതപ്പനെ നോക്കാനുള്ളത് ഈ കിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഫാദർ ഓന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത് അവരെ കൊണ്ട് തന്നെ ആദ്യം ഇത് പറയിപ്പിക്കുന്നു, അത് ജനങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പൊ ഒന്ന് പറയുന്നു ഇവരിൽ നിന്ന് ഋതപ്പനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. രേണു ഉളുപ്പ്, ചെറിയൊരു ലേശം ഇപ്പോഴും ആ കുയ്ത്തിരുമ്പും ആ ഒരു അസൂയയും ആ ഒരു എന്താ പറയാ, അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഇതെങ്ങനെ പറയാതെ നോക്കിയാണ് ചുമ്മാ ഇങ്ങനെ പയ്യനെ വീണ്ടും, മനസ്സിലായോ? കൊള്ള സംഘത്തിലെ ആളാരെങ്കിലും വന്ന കാറിൽ വന്ന് മറ്റേ മുഖം മൂടിയിട്ട് തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നോ? രേണു സുധി, നീ ജീവനോടുള്ളപ്പോ ആരാണ് തന്നെ എന്റെ കൊച്ചിനെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഒരു മര്യാദ വേണ്ടി പറയുന്നതിന്. കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. എനിക്ക് അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതായത് കിച്ചുവിന് കൊടുക്കില്ല എന്നുള്ളതാണ്. നല്ല കക്ഷിയുടെ അടുത്താണ് ഏൽപ്പിക്കുന്നത്. അവൻ ഏറ്റെടുത്താൽ, അതായത് താങ്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറ്റിയെന്ന് വിചാരിച്ചോ, ആർക്ക് വേണേ എന്ത് വേണേ എപ്പോ വേണേ പറ്റാം. അവരെ ഏറ്റെടുത്തെനിക്ക് നല്ല ഇപ്പൊ തന്നെ അവന്റെ പാരന്റിങ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതാ പക്ഷെ അവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, ആ കിച്ചുവിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം കിച്ചു ഒന്നും നന്നായി വരുന്നില്ലേ, അതുപോലെ നല്ല സ്വഭാവത്തോടെ അവൻ വളരും. തങ്കവും ഫാമിലി അല്ലേ, നല്ല ബെറ്റർ ആയിരിക്കും. നല്ല ഇപ്പൊ എന്റെ പണം ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? നന്നായി വളർത്തും. നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാൻ അത് ചെയ്യും. ഒന്ന് അറിയിക്കാൻ വേണ്ടി, ആ നീക്കം ഞാൻ അറിഞ്ഞു. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ വന്നത്. അത് ആരാണെന്നോ ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അറിയുന്നവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞ വിഷയമാണ് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. അയ്യോ, പേര് പറയണ്ട. ഇതിലപ്പുറം എന്തിരിക്കുന്നു? എന്തൊരു നിഷ്കളങ്കതേടാ. ഞാൻ പേര് ഒന്നും പറയുന്നില്ല. എന്റെ കുഞ്ഞിനെ കൊള്ളസംഘത്തിന് കൊട്ടേഷൻ കൊടുത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ പേരും നാളും ഒന്നും പറയുന്നില്ല. അവന്റെ അച്ഛനോ മരിച്ചുപോയി, അമ്മ ഉടനെ മരിക്കും. അപ്പോൾ ഋതപ്പനെ തട്ടിയെടുത്ത് റാഞ്ചി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ പേര് പറയത്തില്ല. ഞാൻ അത്രയ്ക്ക് സത്യസന്ധനായ കുലീനയായ സ്ത്രീയാണ്. ഞാൻ ആരെയും ദ്രോഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീയല്ല. അതുകൊണ്ട് ഞാൻ പേര് പറയത്തില്ല. നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പേര് പറയത്തില്ല. അത്രയ്ക്ക് നന്മയുള്ള ഹൃദയമുള്ള സ്ത്രീയാണ്. പിന്നെ
എന്നെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവേലി ബിഷപ്പ് അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്, ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം എന്റെ തന്തയാണോ എന്നാണല്ലോ ചോദിച്ചത്. അദ്ദേഹം ബിഷപ്പാമ്പ് എന്നാണ് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യമായി റീലിട്ടത്. ഇപ്പൊ പ്രീസ്റ്റായില്ലേ, പ്രീസ്റ്റായി. ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. നിങ്ങൾ ആദ്യം ഈ പറയുന്ന രേണുസുതി ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യം അങ്ങേരെ കുറ്റം പറഞ്ഞു തുടങ്ങിയത് സമൂഹത്തിൽ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ഒരേ ഒരു വ്യക്തി ഈ ഭൂലോകത്ത് താങ്കൾ മാത്രമാണ് എന്നുള്ളതാണ്. ഫാദർ നേരത്തെ പറഞ്ഞ ഡബിൾ ഫേസ് ആണ്, ഡബിൾ മുഖം, ഇരട്ട മുഖം. എപ്പോഴാണ് ഒന്നുപോലും തോറ്റുപോകും, ഒന്നുപോലും നിങ്ങളെ കാണാൻ പുതപ്പെട്ട് മൂടി എന്നോ തൊല്ലേതാ വരരുത് എന്നാണ് നോക്കുന്നത്. മനസ്സിലായോ? അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. കണ്ടടാ, എന്ത് അടിപൊളിയുടെ അവള് പറഞ്ഞേട്ടാ. ഞാൻ സോഷ്യൽ മീഡിയ വീഡിയോ വഴി 4-5 തെറി വിളിച്ചു എന്നല്ലാതെ മുഖത്ത് നോക്കി ഇതുവരെ കേട്ടും ഫാദറിനെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു തെറിയോ ഒരു നോട്ടം കൊണ്ട് പോലും ആ ഫാദറിനെ ഇച്ചിപ്പോന്ന് ഞാൻ നേരെ നോക്കി പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറെ തെറിയൊക്കെ വിളിച്ചു. അത് വ്ളോഗേഴ്സ് വലിയ കാര്യമായിട്ട് എടുത്തു എന്നുള്ളതാണ്. ഞാനൊരു സംശയം, വ്ളോഗേഴ്സും സോഷ്യൽ മീഡിയ വഴിയല്ലേ പറഞ്ഞത്. താങ്കൾ സോഷ്യൽ മീഡിയ വഴി ഫാദറിനെ തെറി വിളിക്കുന്നു, നമ്മളും സോഷ്യൽ മീഡിയ വന്ന് പറയുന്നു. നമ്മൾ നേരിട്ടൊന്നും പോയി പറഞ്ഞിട്ടില്ല. അതായത് ഇവർ പറഞ്ഞു വരുന്ന വെച്ചാൽ അതൊക്കെ വെറുതെ നിങ്ങൾ പറഞ്ഞു പടച്ചു വിട്ടതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വെറുതെ എൻ്റെ അപ്പത്തെ ദേഷ്യത്തിന് 4-5 തെറി, എൻ്റെ തത്തയാണോ, താനാരുവാ, നീ ഇനി ആർക്കടാ വീട് കൊടുക്കാൻ പറ്റും, ഇനി ആർക്കും വീട് കൊടുത്ത് അവരെ ഇങ്ങനെ നശിപ്പിക്കല്ലടാ, താങ്കൾക്ക് 4 പെണ്ടാട്ടികളുണ്ട്, ഈ വസ്തു താങ്കൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്, മറ്റാരുടെ വസ്തുവാണ്, താങ്കൾ ഒരു ഗേ ആണ് എന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് പറഞ്ഞത്. സത്യമാണ്, അമ്മയുടെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല. ഈ കിടക്കുന്ന ഇവിടെയുള്ള ഈ ബ്ലോഗേഴ്സ് ആണ് ഇതിന് ഇത്രയും പൊലിപ്പിച്ച് കാണിച്ചത്. നമ്മള് പാവമാണ്, ഞാനൊരു നല്ല ഹൃദയത്തിന്റെ ഉടമയാണ്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്, ഒരിക്കലും വിഷപ്പാമ്പല്ല. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വഴി പറഞ്ഞതാണ്, നേരിട്ട് ഞാൻ പറയുകയാണ്. അയാൾ ഒരു ദൈവ പുരുഷനാണല്ല, ഇതും സോഷ്യൽ മീഡിയ ആണ്. ഞാനൊരു ദൈവ പുരുഷനാണ്. അയാൾ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് മെസ്സേജ് അയച്ച് ഞാൻ 4-5 തെറി വിളിച്ചെന്നൊക്കെ ശരിയാണ്. അതും സോഷ്യൽ മീഡിയ വഴിയാണ്. എങ്ങനെ? അതായത് അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഫസ്റ്റ് കീമോയുടെ തലേ ദിവസം എൻ്റെ കൂട്ടുകാരി ശ്രീധുവിനെ വിളിച്ച് ഞാൻ കുറെ തെറി വിളിച്ച്. ആരെ? ഈ പറയുന്ന അച്ഛനെ ഇനി പറയാൻ ഒന്നുമില്ല, ആ രീതിയിൽ തെറി വിളിച്ച്. പക്ഷെ അതും നിങ്ങൾ മനസ്സിലാക്കണം, നേരിട്ടല്ല, നോട്ട് ദ പോയിന്റ്. ഞാൻ നേരിട്ടല്ല വിളിച്ചത്, ഞാൻ സോഷ്യൽ മീഡിയ ടൈപ്പ് ചെയ്താണ് അയച്ചത്. ഞാൻ വളരെ കുലീനയായ ഒരു സ്ത്രീയാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം, സത്യം പറഞ്ഞു. അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം എല്ലാ വിഷമങ്ങളും മറന്ന് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ സ്തുതിയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വലിയൊരു ദൈവപുരുഷനാണ് അദ്ദേഹത്തെ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വെറുതെ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ആരും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ സത്യം അറിയാതെയാണ് കാരണം കുറ്റപ്പെടുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ലാസ്റ്റ് പറഞ്ഞ 2 മിനിറ്റ് പറഞ്ഞ 1 മിനിറ്റ് പറഞ്ഞത് അമ്മയാണ് 100% സത്യമാണ് രേണു. നീ ഇപ്പോഴെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ, സത്യം പറയട്ടല്ലോ. അങ്ങേർക്ക് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അങ്ങേര്. താങ്കൾക്ക് ഒരാൾക്ക് ഒരു വീട് വെക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റൊരു പാപവും അങ്ങേര് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട്, ആ സ്ഥലം കൊടുത്തതിന് വേണ്ടിയിട്ട് അങ്ങേര് കേൾക്കാൻ ഇനി തെറികളില്ല എന്നുള്ളതാണ്.
അങ്ങേര് ഇനി കേൾക്കാൻ വൃത്തികെട്ട ഭാഷകളില്ല എന്നുള്ളതാണ്. അങ്ങേരെ കുറിച്ച് പറയാൻ ഇനി അപമാന വാക്കുകളില്ല എന്നുള്ളതാണ്. അങ്ങേരെ കുറിച്ച് അങ്ങേര് ഗേ ആണെന്ന് വരെ, അങ്ങേർക്ക് പലയിടത്തും പെണ്ടാട്ടികൾ ഉണ്ടെന്ന് വരെ, പല എന്തൊക്കെ കഥകൾ മെനഞ്ഞെടുക്കാൻ പറ്റുമോ അതൊക്കെ കേൾക്കേണ്ടി വന്നത് ആ ഒരു വസ്തു കൊടുത്തതിന്റെ ഒറ്റ പേരിൽ മാത്രമാണ് എന്ന് താങ്കൾ ഇവിടെ പറഞ്ഞത് പരമാർത്ഥമാണ്, 100% സത്യമാണ്. പക്ഷെ ഒരേ ഒരു കേസേ ഉള്ളൂ, ആ വീട് കൊടുത്തത് താങ്കൾ കാണുക എന്നുള്ളത്, അത് വീട് കിട്ടിയത് താങ്കൾ കാണുക എന്നുള്ളതും, അതുമല്ല ആ വീട് കൊടുത്തതിന്റെ പേരിൽ പുള്ളിക്ക് ഇത്രയും ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നതും, ഇത്രയും ഈ പറയുന്ന അപഹാസ്യങ്ങൾ നേരിടേണ്ടി വന്നതും, ഇത്രയും തെറിവിളി കേട്ടതും ഒക്കെ താങ്കളുടെ നാവിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. സോ സാഡ്. എന്നിട്ടാണ് താങ്കൾ ഇപ്പോൾ വന്ന് പറയുന്നത് വേറെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല, നിങ്ങളാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള പറയുന്ന റിയാക്ഷൻ വ്ലോഗേഴ്സ് ആണ് ഇതെല്ലാത്തിനും കാരണം. നമ്മൾ തമ്മിൽ ശർക്കരയും അടയും പോലെ ഒട്ടിയിരിക്കുന്ന പാവം പൈതൽ ഇവിടെ ഒരു ഉടുപ്പുമില്ലാതെ വന്നിരുന്ന് അടിച്ചു വിടണോ നോക്കണേ. ഇത് എന്ത് പറയാനെന്ന് നോക്കിയാണ്, ഇതിലേക്ക് എന്ത് പറയാൻ. ഞാൻ സോഷ്യൽ മീഡിയയെ വന്ന് തെറി വിളിച്ചോളൂ, നേരിട്ട് തെറി വിളിച്ചിട്ടില്ല. നേരിട്ട് തെറി വിളിച്ചെങ്കിൽ മാത്രം നിങ്ങൾ കുറ്റം പറഞ്ഞത്. ഫാദറും ഇങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത് അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ആ ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവൾക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഉള്ള കാലത്ത് നമ്മൾ ആരും ദ്രോഹിക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. എനിക്ക് എന്തെന്ന് പറഞ്ഞില്ല, ഈ ഇന്റർവ്യൂവിൽ പല സത്യങ്ങളും രേണു സുധി വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഞാൻ ക്യാൻസർ രോഗം വന്നു ഇങ്ങനെ കിടക്കുന്നത് പിറ്റേ ദിവസം വന്ന് സന്തോഷത്തോട് സംസാരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ആളാർന്നെങ്കിൽ ഇപ്പൊ ചത്തുപോട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇവിടെ വന്ന് ഈ സന്തോഷത്തോടെ സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ക്യാൻസർ എന്ന രോഗത്തെ കൂടി ഒന്ന് മാനിക്കണമെന്നുള്ളത്, ഈ പറഞ്ഞ് ചാടുമ്പോൾ അത് താങ്കൾക്ക് പ്രതികൂലമായിട്ട് ഫലിക്കുമെന്നുള്ളതാണ്. അതുമല്ല താങ്കൾ ഇവിടെ കുറ്റം പറയാൻ കാരണം താങ്കൾ ഇവിടെ വന്ന് ചെയ്യുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെന്നല്ല, കുശുമ്പ്, കുന്നായ്മ, വെല്ലുവിളി, ഇതൊക്കെയാണ് താങ്കൾ ചെയ്യുന്നത്. താങ്കൾ ഇവിടെ പറഞ്ഞില്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകും. ആ സമയത്ത് ആരെയും ദ്രോഹിക്കാതെ നന്ദിയോടെ നമുക്ക് തന്നവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ജീവിക്കണമെന്നത് പരമ സത്യമാണ്. അത് സ്വന്തം ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ കേട്ടോ, കുറച്ചു കാലങ്ങളേ ഉള്ളൂ. അപ്പൊ ആരെയും ശപിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, നന്ദികേട് കാണിക്കാതെ, ദൈവനിന്ദ കാണിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. അത് ആദ്യം സ്വമേധയാ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, എന്നിട്ട് വായ്ത്താളം അടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ രേണു സുധിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഋതപ്പൻ എന്ന് പറയുന്ന മകനെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഏത് നിമിഷവും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ബെഡിന്റെ അരികിൽ സമാധാനമായി ഉറങ്ങിക്കിടക്കുന്ന ഋതപ്പനെ കാണാതാകും. അതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ മനസ്സിലായോ? എന്നിൽ നിന്ന് പിച്ചി ചീന്താൻ, എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ഗൂഢ കൈകൾ, അച്ഛനില്ലാത്ത ഉടനെ അമ്മ മരിച്ചു പോകുന്ന ഒരുത്തൻ ശ്രമിക്കുന്നുണ്ട്, അവന്റെ ഫാമിലിയും ശ്രമിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എൻ്റെ മരണശേഷം എൻ്റെ കിച്ചുവിനെ, എൻ്റെ തങ്കവും, എൻ്റെ തങ്കുമാമനും, എൻ്റെ തങ്കച്ചനും, എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും അല്ലാതെ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. മനസ്സിലായോ? എന്ത് പാവടാ കുഞ്ഞു പാവല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാമോ? ആരടാ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? കിച്ചു, ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ആ കൊച്ചിനെ നീ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തു അല്ലേ? വെരി വെരി ബാഡ്. വേണം ഇതുപോലെ ഉളുപ്പില്ലാത്തൊരു സാധനം എങ്ങനെയാണ് ഇങ്ങനെ വന്ന് ഈ നുണകൾ ഇങ്ങനെ വിളിച്ച് പറയാൻ പറ്റുന്നത്? ഒരു മര്യാദ വേണം. അതും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഒരു അരമണിക്കൂറോട് തപ്പിയെടുത്ത സാധനങ്ങളാണ്. ഒരു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത ഈ പറയുന്ന അച്ഛനെ വിളിച്ച തെറികൾ ഒരുപാട് ലൈവിലാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത്. തപ്പിയെടുക്കാനാണെങ്കിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ കണ്ട് ഇതൊക്കെ നമ്മളെല്ലാം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് അതിനെ ന്യായീകരിക്കുന്നത് നോക്കണേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇനി പറയത്തുമില്ല. ദൈവപുത്രനാണ് അദ്ദേഹം. ആര്? വിഷപ്പാമ്പല്ല, ദൈവപുത്രനാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആക്കി. ഇത് ഇങ്ങനെ പരമ്പരയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്.
നമുക്ക് വീണ്ടും കാണാം. ശരി.